ഫെബ്രുവരി 27 ഏഴാം ആഴ്ചയിലെ വ്യാഴാഴ്ച. മാർക്കോസ് 9:41 മുതൽ 50 വരെ വാക്യങ്ങൾ. മരിയ ഗ്വരേറ്റി എന്ന ഇറ്റാലിയൻ സ്കൂൾ വിദ്യാർത്ഥിനി പാപത്തിൻ്റെ ഭാഗമാകുന്നതിന് പകരം തൻ്റെ ജീവിതം തന്നെ ഹോമിച്ചു. ഇംഗ്ലീഷ് രാഷ്ട്രതന്ത്രജ്ഞനായിരുന്ന തോമസ് മോർ പാപത്തിൻ്റെ ഭാഗമാവുന്നതിന് പകരം തൻ്റെ ജീവിതം ഉപേക്ഷിച്ചു. ഈ രണ്ട് ഉദാഹരണങ്ങൾ ഇന്നത്തെ വായനയിൽ എന്താണ് യേശു പറയുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരാളെ എങ്കിലും ആരെങ്കിലും പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ ആ വ്യക്തിക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാകും. അവരുടെ കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടിവെച്ച് കടലിൽ എറിയപ്പെടുന്നതാണ് അവർക്ക് നല്ലത്. യേശു ശിഷ്യന്മാരോട് വീണ്ടും പറയുന്നു, നിങ്ങളുടെ കൈ നിങ്ങളെ പാപത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക. കെടാത്ത ഗഹന തീയിൽ പോകുന്നതിനേക്കാൾ ഭേദം അംഗഭംഗം വരുന്നതാണ്. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് ഭീഷണിയാവുന്ന എന്തും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേരോടെ പിഴുതെറിയാൻ നാം തയ്യാറാകണമെന്ന് വളരെ നാടകീയമായ രീതിയിൽ യേശു ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു. വേരോടെ പിഴുതെറിയുക എന്നത് വേദനാജനകമായിരിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റുന്നത് പോലെ തോന്നും. പക്ഷേ നമുക്ക് യഥാർത്ഥ ജീവിതം, യഥാർത്ഥ സന്തോഷം, യഥാർത്ഥ സമാധാനം എന്നിവ അനുഭവിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇത് വളരെ കർക്കശമായ ഒന്നായി തോന്നാം. പക്ഷേ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിലെ വസ്തുതകളെ അഭിമുഖീകരിക്കുക എന്നത് പ്രയാസമേറിയതാണ് എന്നതാണ് വസ്തുത. ജീവിതത്തിലെ ഓരോ ദിവസവും നമ്മൾ നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുമെന്ന് യേശു തൻ്റെ ശിഷ്യന്മാർ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ ഈ ലോകത്തിലെ നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും ബാധിക്കും. മാത്രമല്ല, നമ്മൾ മരിച്ചതിന് ശേഷവും നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ തിരഞ്ഞെടുപ്പുകളാണ് തീരുമാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം നടത്തുന്ന തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് ചിന്തിക്കാൻ ഇന്ന് നമുക്ക് നല്ലൊരു ദിവസമാണ്. എൻ്റെ തിരഞ്ഞെടുപ്പുകളിൽ എനിക്ക് മാത്രം നല്ലത് വരണം എന്ന ഉദ്ദേശമായിരുന്നോ, അതോ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നോ? എൻ്റെ ദൈനംദിന തിരഞ്ഞെടുപ്പുകൾ ഞാൻ ജീവിക്കുന്ന എൻ്റെ ബന്ധങ്ങളെ സ്വാധീനിക്കുന്നു. എൻ്റെ സമാധാനത്തെയും സന്തോഷത്തെയും ഒരു പരിധിവരെ, എൻ്റെ ശാരീരികവും മാനസികമായ ആരോഗ്യത്തെയും എൻ്റെ തിരഞ്ഞെടുപ്പുകളാണ് ബാധിക്കുന്നത്. ഇന്ന് വൈകുന്നേരം പറ്റുമെങ്കിൽ ഇന്നത്തെ ആ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എന്തൊക്കെയാണ് ഇന്ന് നിങ്ങൾ തീരുമാനിച്ചത്, തിരഞ്ഞെടുത്തത്? മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതോ നിങ്ങൾ പൂർണ്ണമായും നിങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നോ? ഇന്ന് നിങ്ങൾക്ക് ലഭിച്ച സമ്മാനങ്ങൾ, ദാനങ്ങൾ, കൃപകൾ എന്തൊക്കെയായിരുന്നു? അതിന് ദൈവത്തിനോട് നന്ദിയുള്ളവരായിരിക്കുക. എന്നിട്ട് സ്വയം ചോദിക്കാം, നാളെ ഒരു പുതിയ ദിവസം ഉദിക്കുമ്പോൾ വ്യത്യസ്തമായി എന്ത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു? ഓരോ പുതിയ ദിവസവും ഒരു ദൈവിക ദാനമാണ്. ആ ദാനത്തെ നമ്മുടെ ജീവിതം വീണ്ടും ആരംഭിക്കാനുള്ള, വിലയിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ്. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് ഇന്ന് ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.